ലാലേട്ടൻ എത്തിയത് വെറുതെ ആയില്ല. ഏരിയ പണികളും കൊണ്ടാണ് ഇപ്പോൾ ലാലേട്ടൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച നടന്ന സംഭവങ്ങളുടെ ഒക്കെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് പ്രേക്ഷകർക്കും, അതുപോലെ തന്നെ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ടും. ബിഗ് ബോസിലേക്ക് വന്ന ലാലേട്ടൻ പ്രത്യേകിച്ച് 4 പേര് എടുത്തു പറയുന്നുമുണ്ട്. നമ്മുടെ മുൻഷി, നമ്മുടെ സാബു, ബിൻസി, ഷൈറ്റ എന്നിവരെ കാണാനില്ലല്ലോ, ഇവരൊക്കെ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണോ എന്ന് വളരെ രസകരമായി തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്. അതായത് ആക്റ്റീവ് അല്ല എന്നുള്ള നിലയിൽ തന്നെയാണ് ലാലേട്ടൻ തമാശ രൂപേണ ഇത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ ബിഗ് ബോസ് വീട്ടിലുണ്ടോ എന്നുള്ളത് പ്രേക്ഷകർക്ക് പോലും അറിയില്ല. നമ്മുടെ ഷാനവാസും ബിൻസിയും ഒരൽപ്പം സ്ക്രീൻ സ്പേസ് കിട്ടിയത് ഇരുവരും തമ്മിലുണ്ടായ വഴക്കിലൂടെയായിരുന്നു. ഷാനവാസ് അതിൽ പിടിച്ചു കയറിപ്പോയി. ബിൻസി അതിനുശേഷം വീണ്ടും വീക്കായോ എന്നൊരു സംശയമുണ്ട്. എന്തൊക്കെയായാലും ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ നല്ല രീതിയിൽ ഗെയിമിലേക്ക് വരുമെന്ന് തോന്നുന്നു. ഇതിനിടയിൽ നമ്മുടെ സാബു റേന ഫൈറ്റിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ലാലേട്ടൻ. അങ്ങനെ വാണിംഗ് ആയിട്ടോ അങ്ങനെ സീരിയസ് ആയിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അയൽക്കൂട്ടം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പാനിയെയും അക്ബർ ചേർന്ന് അയൽക്കൂട്ടം ഉണ്ടാക്കുകയാണോ എന്നൊക്കെ വളരെ രസകരമായി തന്നെ ചോദിക്കുന്നുണ്ട് അനുമോള്. ഇക്കാര്യത്തിലൊക്കെ തന്നെ ഈ വിശദീകരണം നൽകിക്കൊണ്ട് ലാലേട്ടനും രംഗത്തെത്തുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കൂ, സ്വന്തമായിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കൂ എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ലാലേട്ടൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. അതല്പം വെറൈറ്റി ആണെന്ന് പറഞ്ഞേ മതിയാകൂ. ആർക്കെങ്കിലും പണിപ്പുര എന്ന് പറയുന്ന ആ പണിപ്പുരക്കകത്തേക്ക് കയറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആരോ പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങളിൽ ആർക്കോ പണിപ്പുരക്കകത്ത് കയറാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമുണ്ടെന്ന്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അവർക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാം. ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പോകുന്നില്ല, നെവിൻ പറയുന്നുണ്ട്. അങ്ങനെ നെവിനാണ് ആദ്യം തന്നെ കൈ പൊക്കിയത് മാത്രമേ നെവിന് ഓർമ്മയുള്ളൂ. ലാലേട്ടൻ കൊടുത്തത് മുട്ടൻ പണിയായിരുന്നു. എന്നാൽ ഇനി മുതൽ പണിപ്പുരക്കകത്തേക്ക് പ്രവേശനമില്ല, ഇതാണ് നിനക്ക് ഞാൻ തരുന്ന സമ്മാനം എന്നായിരുന്നു ലാലേട്ടൻ പറഞ്ഞത്. വളരെ രസകരമായ കഥാഗതിയിലൂടെയാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.